വേറെ ആൾക്കാരുണ്ട്, അവർക്ക് എക്സ്പീരിയൻസ്, അവർക്ക് ചിലപ്പോൾ. പിന്നെയുള്ളത് അതിൽ ഏറ്റവും കൂടുതൽ ജനങ്ങളുമായിട്ട് അടുത്ത് ഇടപഴകുന്ന ആരാണ്? ഗ്രാമപഞ്ചായത്താണ്. ദേഷ്യമൊക്കെ തോന്നോ? ഇല്ല, ചിരിച്ചോണ്ടിരിക്കാൻ അറിയാമല്ലേ? അപ്പൊ ഒരു ഗ്രാമപഞ്ചായത്ത് അംഗത്തിന് വേണ്ട ഒന്നാമത്തെ ഗുണം ഏതാണ്? ചിരിക്കണം, അതോടൊപ്പം വിശ്വാസം, അല്ലേ? അപ്പൊ പരമാവധി ഒരു തുടക്കം എന്ന നിലയിൽ ഓരോ മേഖലയെ സംബന്ധിച്ചും നിങ്ങൾ ശ്രദ്ധാപൂർവം കേൾക്കുകയും സംശയങ്ങൾ ഉന്നയിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്ത് വളരെ സൗഹൃദപരമായ അന്തരീക്ഷത്തിൽ 2 ദിവസം ചായ കുടിച്ച് ഭക്ഷണം കഴിച്ച് എല്ലാവരും സന്തോഷത്തോടെ കഴിയാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. എൻ്റെ പേര് പറഞ്ഞു ഷാനവാസ്. ഞാൻ കാഞ്ഞിരപ്പള്ളി ബ്ലോക്കിലെ ജോയിന്റ് വീഡിയോയാണ്. അപ്പൊ നമ്മളിന്ന് 2 ദിവസമൊക്കെ സാറ് പറഞ്ഞു 12 സെഷൻസാണ്. അപ്പൊ നമുക്കറിയേണ്ട കാര്യങ്ങളൊക്കെ കുറച്ച് നിയമവശങ്ങളും കാര്യം നമ്മൾ ആദ്യമായിട്ട് വന്ന ആൾക്കാർക്കാണ് അത് കൂടുതൽ പ്രയോജനം ചെയ്യുക. പഴയ ആൾക്കാർ എന്തൊക്കെയാണ്, പിന്നെ നമ്മുടെ യോഗ നടപടി, പഞ്ചായത്ത് കമ്മിറ്റി കൂടുന്നത്, അതിൻ്റെ ചട്ടങ്ങൾ എന്തൊക്കെയാണ്, അങ്ങനെയുള്ള മിക്കവാറും എല്ലാ വിഷയങ്ങളെയും ഒന്ന് ചെറുതായിട്ട്, അധികം ഡീറ്റെയിൽഡ് ആയിട്ടൊന്നുമില്ല, വളരെ ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്തു പോവുകയാണ്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കുറിച്ച് ഒരു ചെറുതായിട്ടുള്ള ഒരു ഡിസ്കഷനാണ് നമ്മളിവിടെ നടത്തുന്നത്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ സെഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രാദേശിക സർക്കാരുകളാണ്, അല്ലേ? നമുക്ക് ഏതൊക്കെ സർക്കാരുകളുണ്ട്? ഏതൊക്കെ ഗവൺമെന്റാണ് നമുക്കുള്ളത്? കേന്ദ്ര ഗവൺമെന്റ്, സംസ്ഥാന ഗവൺമെന്റ്, പിന്നെയുള്ളത് പ്രാദേശിക ഗവൺമെന്റ്, ലോക്കൽ സെൽഫ് ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രാധാന്യം എങ്ങനെയാണോ നമുക്ക് മനസ്സിലാക്കേണ്ടത്. കേന്ദ്ര ഗവൺമെന്റ് പോലെ സംസ്ഥാന ഗവൺമെന്റ് പോലെ പ്രാധാന്യം റിസർവേഷനോ അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ അംബേദ്കർ പറഞ്ഞത് പഞ്ചായത്തിന്റെ ഭരണം കൊടുത്താൽ വീണ്ടും ഈ ഭരണം ആരുടെ കയ്യിലായി പോകും? സർക്കാർ കയ്യിലായി പോകും. നമുക്കുള്ളവർക്ക് ഒരു ഇതുണ്ടാവില്ല. അതുകൊണ്ടാണ് അംബേദ്കർ അതിനകത്ത് ഈ ആർട്ടിക്കിൾ 40 മാത്രമാണ് ഭരണഘടനയിൽ എന്ന് പറഞ്ഞാൽ അത് വേണമെങ്കിൽ സർക്കാരിന്റെ സംസ്ഥാന സർക്കാരുകൾ പൂർത്തിയാക്കാൻ വേണ്ടിയാണ് സാമൂഹ്യ വികസന വകുപ്പ് 1952 അന്ന് നമ്മൾ പഞ്ചായത്തുകൾ നിലവിലായില്ല. നമ്മൾ പഞ്ചായത്തുകൾ നമ്മുടെ ഇന്ത്യയിൽ നിലവിൽ വന്നത് 1959. 1959 കമ്മിറ്റി നിലവിൽ വന്നു. ബെൽവറാം മേത്ത കമ്മിറ്റി പറഞ്ഞ പ്രധാന റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ത്രിതല സംവിധാനം. നമുക്കിപ്പോൾ ഉള്ള പോലെ 3 തലത്തില് സംവിധാനമാണ്: പഞ്ചായത്ത്, ബ്ലോക്ക്, ജില്ല. പക്ഷെ അതിന് പുള്ളിയുടെ റിപ്പോർട്ടൊക്കെ വന്നെങ്കിലും അതിന് നടപടികളൊന്നും വന്നില്ല. അമ്പലത്തിന്റെ പ്രധാന ഘടകം ബ്ലോക്കുകളാക്കണമെന്നാണ് ബന്ധുവാല കമ്മിറ്റി പറഞ്ഞത്. സംവിധാനം നിലവിലുണ്ട് എല്ലാ പഞ്ചായത്തിലും എന്ന് പറഞ്ഞാൽ നമ്മളൊരു അപേക്ഷ വേണ്ടിയാണ്. സെക്രട്ടറിയോ ഒന്നും ഇല്ലെങ്കിൽ ഈ ഫ്രണ്ട് ഓഫീസിൽ ഈ അപേക്ഷ കൊടുത്തിട്ട് പോകാം. ഫ്രണ്ട് ഓഫീസിൽ അത് ഏത് സെക്ഷനിലേക്കാണെങ്കിൽ കൊടുത്തു. അതിനുശേഷം 2013 ISO നിലവിലുണ്ട്. ഒക്കെ അടുക്കി വെച്ച് അങ്ങനെ ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റിലേക്ക് 2013 വന്നു. ഇപ്പൊ നിങ്ങൾക്ക് ഈ 2022 കാര്യങ്ങൾ അറിയാമായിരിക്കും. ILGMS ഇന്റഗ്രേറ്റഡ് ലോക്കൽ നഷ്ടപ്പെട്ടു പോകത്തില്ല. ഇത് സ്കാൻ ചെയ്ത് ഡിജിറ്റലൈസ് ആയിട്ട് കമ്പ്യൂട്ടറിലുണ്ട്. അപേക്ഷ പോയാലും ഈ കമ്പ്യൂട്ടറിനകത്ത് ഈ സാധനം സെക്ഷനിലേക്ക് സ്കാൻ ചെയ്താണ് പോകുന്നത്. നേരത്തെ അപേക്ഷ നമ്മൾ കൊടുത്താൽ
ചിലപ്പോൾ 2 ആഴ്ച കഴിഞ്ഞ് ചെല്ലുമ്പോൾ എന്താ പറയുക, അപേക്ഷ കണ്ടില്ലല്ലോ എന്ന് പറയും. കുറേ തപ്പ് കിട്ടുകയാണെങ്കിൽ ഈ സിറ്റിസൺ പോർട്ടൽ വഴി കൊടുക്കാൻ സാധിക്കും. ഇനി ഇപ്പോൾ അതിനുശേഷം നഷ്ടപ്പെട്ടു പോകത്തില്ല. ഇത് സ്കാൻ ചെയ്ത് ഡിജിറ്റലൈസ് ആയിട്ട് കമ്പ്യൂട്ടറിലുണ്ട്. അപേക്ഷ പോയാലും ഈ കമ്പ്യൂട്ടറിനകത്ത് ഈ സാധനം ഉണ്ട്. ടൗൺ പ്ലാനിംഗ് ഓഫീസുണ്ട്, ഗ്രാമവികസനം ബ്ലോക്ക്. ഞാൻ നേരത്തെ പഞ്ചായത്തിലേക്ക് വരും. 2023 ഏകീകൃത തദ്ദേശ സ്വയംഭരണം 5 വാർഡിലാണ്. നേരത്തെ നമുക്ക് തീരുമാനമാണെങ്കിൽ കമ്മിറ്റി കഴിഞ്ഞു പോയാലും എന്താ ആ മീൻസിൽ സ്ഥലം ഉണ്ടെങ്കിൽ നമ്മൾ എഴുതി ചേർക്കാൻ. ഇനിയിപ്പോൾ അത് പറ്റുമോ? ഇപ്പൊ അജണ്ട ഏതായിരുന്നത് ഈ കേസ് കാർഡ് വഴിയാണ് അപേക്ഷകൾ. അപ്പൊ ആരുടെയെങ്കിലും കത്ത് വന്നാൽ എന്തെങ്കിലും അപേക്ഷ ലാസ്റ്റ് നിമിഷം വന്നാൽ ഈ അജണ്ടയ്ക്ക് എത്തണം കേട്ടിട്ടുണ്ട്. ഇപ്പൊ അങ്ങനെ വരണം. ഇപ്പൊ ഒരാൾ അപേക്ഷ വന്നാൽ ഇങ്ങനെയാണ് അപേക്ഷ. ഈ സാധനം തിരിച്ച് നമ്മുടെ ലോഗിനിലേക്ക് വരും. നിങ്ങളുടെ ആ ഉടനെ തന്നെ അത് തിരിച്ച് നമ്മുടെ ലോഗിനിലേക്ക് വരും. സെക്രട്ടറിയുടെ അടുത്തേക്ക് എപ്പോഴാണ് പോയത്, ഈ സെക്രട്ടറി ഇത് അപ്രൂവ് ചെയ്തോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വീട്ടിൽ ഇരുന്ന് അറിയാൻ പറ്റും. ഈ കേസ് പാർട്ട് എന്ന് പറയുന്ന ഈ 2025 ഏപ്രിലാണ് നമ്മൾ ഇവിടെ നിലവിൽ വന്ന്. അതിൽ നമുക്കറിയാമല്ലോ ഏത് അങ്ങനെ ഒരുപാട് മാറ്റം മെമ്പർ പറഞ്ഞത് ശരി. അതുപോലെ തന്നെ കരമല്ല നമുക്ക് വീട്ടിൽ ഇരുന്ന് അടിക്കാം അല്ലേ. നമ്മൾ നേരത്തെ പഞ്ചായത്തിൽ പോയി അപേക്ഷയുടെ കൂടെ ഇന്ന കാര്യം കുറവുണ്ട്, അത് വീണ്ടും നമുക്ക് അപ്ലോഡ് ചെയ്യാം. ഇതിന് വേറെ ഗുണങ്ങളുണ്ട്. ഈ ഫയൽ എവിടെയാണ് നമുക്ക് വീട്ടിൽ ഇരുന്നത്. ഫയൽ ട്രാക്കിംഗ് എന്ന് പറഞ്ഞാൽ മത്സ്യബന്ധനം അതുമായിട്ട് ബന്ധപ്പെട്ട നമുക്ക് ഇവിടെ കായലിലോ കായലില്ല കടലില്ല, പിന്നെ ചെറിയ കുളങ്ങളുണ്ട്, പിന്നെ ഉൾനാടൻ മത്സ്യ വളർത്തലാണ്, മത്സ്യകൃഷിയുണ്ട്. മണിമലയിൽ വന്നിട്ടുള്ളവരുണ്ടോ? മണിമലക്കാരുണ്ടോ? ഉണ്ടല്ലോ, ഉണ്ടല്ലോ. മണിമലയില് ഉണ്ട്, നമ്മൾ ഡോക്ടർ ചെയ്യുന്നുണ്ട്. അതായത് 3 കിലോ 4 കിലോ ഉള്ള കട്ടായി രോഗമൊക്കെ അവിടെ ഉണ്ട്. അങ്ങനെ കണ്ടതാണ്, നമ്മൾ ഡോക്ടർ ചെയ്തതാണ്. അപ്പൊ അത് ഇതുപോലെയുള്ള പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും. എവിടെ നിന്ന് കിട്ടും? ഗവൺമെന്റിന് ചെയ്ത് നമുക്ക് കുളങ്ങൾ ഉണ്ടാക്കാം. കൃഷി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വെള്ളം മേടിക്കാനുള്ള കാശ് കിട്ടും. പടച്ച കൊണ്ടുവരാൻ മഴ പെയ്യും. പിന്നെയോ മത്സ്യക്കുഞ്ഞുങ്ങളായി തരും. ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് വരും. 6 മാസം വരെ സൗജന്യമായിട്ട് നീക്കി തരും. പിന്നെ നോക്കാനുള്ള ചുമതല നമുക്കുണ്ട്. അത് കുട്ടിയും കാക്കയും ഒന്നും കൊണ്ടുപോകാതിരിക്കാനും ഒക്കെ നമ്മൾ നോക്കണം. വളർന്നു കഴിഞ്ഞാൽ അവർ കൊണ്ടുപോകും. നമുക്ക് പിടിക്കാം, വിൽക്കാം, കഴിക്കാം എന്ന് പറയാം. നമ്മൾ അങ്ങനെയുള്ള കാര്യം ചെയ്യാറുണ്ടോ? കൈ നിൽക്കാതെ ഞാൻ പിടിക്കുന്നത് ഇച്ചിരി കൈ നിൽക്കാനുള്ള പരിപാടിയൊക്കെ ആരംഭിക്കാം. ഇനി അത് ഞാനൊരു പദ്ധതി എഴുതിയൊക്കെ അതിനൊക്കെ ഉപയോഗിക്കാൻ പറ്റും. ഇതോ ഇതൊക്കെ പിന്നെ കാരണമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ജനവിധം മറ്റു കാര്യങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് പൊതുമരാമത്തുമായി ബന്ധപ്പെട്ട നമുക്കുള്ള അതുപോലെ കാര്യങ്ങൾ വൈദ്യുതിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഉത്തരവാദിത്വം നമുക്കുണ്ട്. പൊതുജനങ്ങളുടെ ശുചീകരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മളുണ്ട്. അതുവഴി സാമൂഹികവുമായി ബന്ധപ്പെട്ട പെൻഷനുകൾ അകലെയുള്ളവർക്ക് അവർക്ക് പെൻഷൻ കിട്ടണം. വേണ്ട സമയത്ത് കിട്ടണം. നമ്മൾ ഏറ്റവും അനാവശ്യ മടക്കണമാണ്. സ്റ്റേറ്റ് സ്കൂളിൽ യു പി സ്കൂളെല്ലാം ഉണ്ട്. അതിനകത്ത് ഗവൺമെന്റിലോട്ട് അല്ലാത്തതുണ്ട്. മൊത്തം കുട്ടികൾക്ക് 2000 കുട്ടികളിൽ നിന്ന് വെക്കുക. ആ കുട്ടികൾക്ക് കായിക പരിശീലനം കൊടുക്കണം. സാറന്മാര് ഒരിടത്തുമില്ല. പഞ്ചായത്തിന് താൽക്കാലിക അടിസ്ഥാനത്തിൽ ഒരാളെ വെക്കാൻ പറ്റുമോ? ഡെയിലി ബേസിന് നാണയം വെക്കാൻ പറ്റും. ആ പഞ്ചായത്തിലും ഡെയിലി ബേസിന് അധ്യാനം കിട്ടുന്നു. കളിസ്ഥലം തൊട്ടടുത്ത് ഏതെങ്കിലും മാനേജ്മെന്റ് പള്ളിപ്പുറത്തിൽ ഗ്രൗണ്ട് ഏതെങ്കിലും ഉണ്ട്. അവിടെ നിന്ന് അച്ഛനോടോ അല്ലെങ്കിൽ അവിടുത്തെ അതിന് മാനേജോട് ചോദിക്കാം, ഞങ്ങളുടെ പിള്ളേരോ 2 മണിക്കൂർ കൂടി ഒന്ന് ഓടി കളിച്ചോട്ടെ. ഒരു സാധാരണ നേതൃത്വത്തിലാണ് തീരുമാനമെടുത്തത്. പദ്ധതി എങ്ങനെ എടുക്കണം? പഞ്ചായത്തിൽ ഉള്ള സ്കൂളുകളിലെ കുട്ടികളുടെ കായിക വിഷയങ്ങൾ അല്ലെങ്കിൽ അവരുടെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി ഉള്ള പ്രോജക്റ്റാണ്. താൽക്കാലിക അടിസ്ഥാനത്തിൽ ഒരാളെ എടുത്ത് നടക്കുന്നു. ആ ആളിനെ ഒരു ദിവസത്തിലുള്ളവർക്ക് മാസത്തിൽ കിട്ടുക. അത് തയ്യാറാക്കുന്നു. 6 മാസത്തേക്കുള്ള ഒരു ബഡ്ജറ്റ് ഉണ്ടാക്കുന്നു. അല്ലെങ്കിൽ ആ പദ്ധതിയിലേക്ക് ചേർക്കുന്നു. അത് ആര് കൊടുക്കണം? വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുണ്ട്. ചെയർമാന്റെ നേതൃത്വത്തിൽ ഒരു സ്കൂൾ ഹെഡ്മാസ്റ്റർ കാണുമായിരിക്കും. ആ ഹെഡ്മിസ്റ്റേഴ്സുടെ ഹെഡ്മാസ്റ്ററാണ് പദ്ധതി ആരെ കൊടുക്കുന്നത്. അത് ഗ്രാമപഞ്ചായത്തിന്റെ പദ്ധതിയിൽ പെടുത്തി നടപ്പാക്കാൻ പറ്റും. കാശ് ആര് കൊടുക്കണം? പഞ്ചായത്ത് കൊടുക്കണം. പഞ്ചായത്തിന്റെ ഫണ്ടിൽ നിന്നാണ് അത് കൊടുക്കുന്നത്. താൽക്കാലിക അടിസ്ഥാനത്തിൽ കഴിയുന്നത് പിന്നെ ആശുപത്രി ഡോക്ടറെ
വയലൻസും അസമത്വവും ദാരിദ്ര്യവും ജലലഭ്യതയും ഒന്നുമില്ലാത്തതല്ല, അതെല്ലാം പരിഹരിക്കപ്പെട്ട പദ്ധതികൾ ഓരോന്നും ആസൂത്രണം ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കേണ്ടത്, നമ്മുടെ മഹാത്മാഗാന്ധി കണ്ട ഒരു സ്വപ്നമുണ്ട്. ആദ്യത്തെ സെഷനിലേക്ക് ഇവിടെ പറഞ്ഞു കാണും, മഹാത്മാഗാന്ധി ലക്ഷ്യം വെച്ചത്. ഓരോ പരിപാടികൾ നമ്മൾ ആസൂത്രണം ചെയ്യുമ്പോഴും സാമ്പത്തിക വികസനവും സാമൂഹ്യ നീതിയും അത് പ്രായമായവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് LGBTQ അടങ്ങുന്ന ഇതര ശാരീരിക പ്രശ്നങ്ങളോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഇപ്പോൾ ആ പദ്ധതിയെ പറ്റി ആലോചിക്കാൻ നിങ്ങളുടെ എഞ്ചിനീയർമാരൊക്കെ കഴിയും. നമ്മളെല്ലാം എഞ്ചിനീയർമാരും ഡോക്ടർമാരുമാണോ? ആരോഗ്യ പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാകുമ്പോൾ നമ്മൾ ആ കാര്യം ഡിസ്കസ് ചെയ്യുന്ന ആരോടാണ്? ഡോക്ടറല്ലേ? നിങ്ങളുടെ ഇതിൽ PhD ഉണ്ടല്ലോ, അവിടെ പോയി ഡിസ്കസ് ചെയ്യാം, എങ്ങനെ മാനേജ് ചെയ്യാം. കാർഷിക പ്രശ്നങ്ങൾ ഉണ്ടായി, കൃഷിയാവശ്യമായിട്ട് ബന്ധപ്പെടാം. പുതിയ കാർഷിക പ്ലാനുകൾ നടപ്പാക്കുന്നതിന് വേണ്ടി പ്രാദേശികമായ സാധ്യതകൾ ഉണ്ടെങ്കിൽ ആ കാര്യം നിയമപുസ്തകങ്ങൾ പഠിക്കാൻ കഴിയണം. ഇതിനകത്തുള്ളത് നമ്മൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് എന്താണെന്ന് കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കി പോകുന്ന ഗവേഷകരാകണം നിങ്ങൾ. എങ്കിലേ ഒരു കാര്യങ്ങൾ ചെയ്തു കടന്നു പോകാൻ കഴിയും. അത്തരത്തിൽ ചെയ്യണമെങ്കിൽ അതിന് നിങ്ങൾ ആശയം കൊണ്ടും ആളുകൊണ്ടും അർത്ഥം കൊണ്ടും നിങ്ങൾ അത് നേടേണ്ടി വരും. ഈ മൂന്ന് കാര്യങ്ങളാണ് മെയിനായിട്ട് വേണ്ടത്. ആള് വേണം, ആശയം വേണം, അർത്ഥം. ആവശ്യമുള്ള കാര്യങ്ങളാണ്. അത്തരത്തിൽ നടക്കുമ്പോൾ അത് പാറത്തോട് പഞ്ചായത്താണ്. ചോറുണ്ടില്ല എന്നാരും പറയരുത്. ഒറ്റയ്ക്കിരുന്ന് കഴിക്കുന്നതൊക്കെ നല്ലതൊന്നുമല്ല കേട്ടോ, കാര്യമുള്ളതല്ല. പിന്നെ നിങ്ങളുടെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് ഓരോരുത്തർ ഇരിക്കുക. പിന്നെ രണ്ട് ഏത് പഞ്ചായത്ത്? മുണ്ടക്കയം പഞ്ചായത്ത്. റജീന ഒക്കെ ഉണ്ടായിരുന്നല്ലേ? റജീന ഒക്കെ മത്സരിച്ചോ? ഉണ്ടോ? ഊണും ഉറക്കം ഉപേക്ഷിച്ച ഒരാളിരിക്കുന്നത്. പിന്നെ മലാപ്പള്ളിയിൽ ആ പള്ളിക്കുടം പോയി. പള്ളിക്കുടം പോയിട്ടൊന്നുമില്ല, പള്ളിക്കുടം വീണോ? ആ വലിയ മാവ് കെട്ടിയോ? പാലഞ്ചേട്ടനുണ്ടോ അവിടെ? അന്വേഷിച്ചൊന്ന് പറയണം കേട്ടോ. അവിടെ ആ സ്കൂള് 2008 ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയ പെൻഷൻ പറ്റിയ ആ സ്കൂളിൽ നിന്നാണ്. ഏതാ? കൂട്ടിക്കര. ഏതാ വാർഡ്? ഏഴങ്കാട്. തോപ്പല്ലേ?